പ്രിയമുള്ളവരെ, 2015 സോഷ്യൽ ആക്ടിവിസ്റ്റ് ദയാബായി തൃശ്ശൂരിൽ നിന്ന് ആലുവയ്ക്ക് വരുവാൻ വേണ്ടി ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറി. അവർക്ക് കൃത്യമായി ആലുവ ബസ് സ്റ്റോപ്പ് അറിയില്ല. അവർ ഡ്രൈവറോട് ആലുവ എത്താറോ എന്ന് ചോദിച്ചു. അപ്പോൾ ഡ്രൈവർ റൂഡായിട്ട് അവരോട് പെരുമാറി. പിന്നെ കയറി വന്ന കണ്ടക്ടർ അവരോട് റൂഡായിട്ട് പെരുമാറുന്നത് നാം കാണുന്നുണ്ട്. അവർ രണ്ടുപേരും ചേർന്ന് ദയാബായി ഇറങ്ങേണ്ട സ്റ്റോപ്പിന് മുൻപ് വഴിയിൽ ഇറക്കി വിട്ടു. അതിനുശേഷമാണ് അവർക്ക് മനസ്സിലായത് ദയാബായി ആരാണെന്നുള്ളത്. അവരുടെ വേഷം കണ്ടപ്പോൾ പാവപ്പെട്ട ഏതോ ഒരു സ്ത്രീ ആയിട്ടാണ് അവർക്ക് തോന്നിയത്. മധ്യപ്രദേശിലെ ബാറൂർ വില്ലേജിലെ അവിടുത്തെ ജനങ്ങളോട് ഒത്തുജീവിക്കുന്ന അവർ ഇന്ത്യ അറിയുന്ന ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റാണ്. അവിടെയുള്ള നാട്ടുകാരുടെ വേഷമാണ് അവർ ഇട്ടിരിക്കുന്നത്. ആ വേഷത്തിലാണ് അവർ നടക്കുന്നത്. പക്ഷേ ഒരുപാട് അവാർഡുകൾ വാങ്ങിയിട്ടുള്ള ആളാണെന്ന് അവർക്ക് മനസ്സിലായില്ല. പിറ്റേ ദിവസം ട്രാൻസ്പോർട്ട് മന്ത്രി അടക്കം എല്ലാവരും മാപ്പ് പറയേണ്ടി വന്നു. രണ്ടുപേരെയും സസ്പെൻഡ് ചെയ്തു. യഥാർത്ഥത്തിൽ ഇവരാരാണെന്നുള്ള മഹത്വം തിരിച്ചറിയാതെ പോയി. ഇവരുടെ വേഷവും രീതികളും നോക്കിയാണ് ദയാബായി വിധിക്കപ്പെട്ടത്. സീറോ മലബാർ സഭയുടെ ആരാധനാക്രമ മത്സരത്തിലെ ഏലിയ സ്ലീവ മൂശ കാലത്തിലെ ഏലിയ 2ാം ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഈശോ ലോകത്തെ വീണ്ടും രക്ഷിച്ചതിൻ്റെ പ്രതീകമായി സ്ലീവായുടെ വിജയവും ഈശോയുടെ 2ാമത്തെ ആഗമനവും അന്ത്യവിധിയുമാണ് ഈ കാലത്തിലെ പ്രധാന വിചിന്തന വിഷയങ്ങൾ. നിയമാവർത്തന പുസ്തകത്തിൽ നിന്നുള്ള 1ാം വായനയിൽ മോശയെപ്പോലെ ഒരു പ്രവാചകനെ ദൈവമായ കർത്താവ് ജനത്തിനു വേണ്ടി അയക്കുമെന്നും അവൻ്റെ വാക്ക് എല്ലാവരും ശ്രവിക്കേണ്ടതാണെന്നും വചനം ഓർമ്മിപ്പിക്കുന്നു. യാക്കോബിൻ്റെ ഗോത്രങ്ങളെ പുനഃസ്ഥാപിക്കുന്നതിന് നിശ്ചയ സമയത്ത് ഏലിയ തിരിച്ചു വരുമെന്നും അവനെ കണ്ടവരും അവൻ്റെ സ്നേഹത്തിന് പാത്രമായവരും അനുഗ്രഹിക്കപ്പെടുമെന്നും അവർ ജീവിക്കുമെന്നുമുള്ള വചനഭാഗമാണ് 2ാം വായനയായ പ്രഭാഷകന്റെ പുസ്തകത്തിൽ നാം കാണുന്നത്. ഹെബ്രായർക്കുള്ള ലേഖനത്തിൽ മോശയെക്കുറിച്ച് നാം കാണുന്നുണ്ട്. കർത്താവിനെ പ്രതി സഹിക്കേണ്ടി വരുന്ന നിന്ദനങ്ങൾ ഈജിപ്തിലെ നിധികളേക്കാൾ വിലയേറിയ സമ്പത്തായി കരുതി തനിക്ക് ലഭിക്കാനിരുന്ന പ്രതിഫലത്തിൽ ദൃഷ്ടി പതിച്ച് ജീവിച്ച മോശയെക്കുറിച്ച് ഈ വചനഭാഗം പറഞ്ഞു വെക്കുന്നു. ഈ 3 വായനകളും വിരൽ ചൂണ്ടുന്നത് ഭാവിയിൽ വരാൻ പോകുന്ന ഒരു പ്രവാചകനെക്കുറിച്ചും ആ പ്രവാചകന്റെ വാക്ക് ശ്രവിച്ച് അതനുസരിച്ച് ജീവിക്കുന്നവർ നിത്യജീവനിലേക്ക് നയിക്കപ്പെടുമെന്നുള്ള സത്യത്തെക്കുറിച്ചാണ്. നൂറ്റാണ്ടുകളായി യഹൂദജനം കാത്തിരുന്ന മിശിഹായുടെ വരവിന് മുൻപായി ഏലിയ പ്രവാചകൻ വീണ്ടും വരുമെന്ന് യഹൂദർ വിശ്വസിച്ചിരുന്നു. അതായത് യഹൂദർ പ്രതീക്ഷിച്ചിരുന്ന രക്ഷകനായ മിശിഹ വരുന്നതിന് മുൻപ് മരണമില്ലാതെ ജീവനോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ഏലിയ മിശിഹായ്ക്ക് മുന്നോടിയായി വീണ്ടും തിരിച്ചു വരുമെന്ന സത്യമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17ാം അധ്യായം 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ഈശോയുടെ രൂപാന്തരീകരണത്തെക്കുറിച്ച് പറഞ്ഞു വയ്ക്കുന്നു. യഹൂദജനം നാളുകളായി പ്രതീക്ഷിച്ചിരുന്ന പ്രവാചകന്റെ ഏലിയായുടെ 2ാം വരവ് മിശിഹായ്ക്ക് മുൻപ് സംഭവിച്ചു എന്ന യാഥാർത്ഥ്യം ഈശോ തൻ്റെ 3 ശിഷ്യർക്ക് വെളിപ്പെടുത്തുകയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലൂടെ. മലയിറങ്ങി വരുന്ന ശിഷ്യരുടെ സംശയങ്ങൾക്ക് ഉത്തരം നൽകുകയാണ് ഈശോ. ആദ്യം ഏലിയ വരണമെന്ന് നിയമജ്ഞർ പറയുന്നത് എന്തുകൊണ്ട് എന്ന ശിഷ്യരുടെ ചോദ്യത്തിന് ഏലിയ വന്നു കഴിഞ്ഞു എന്നും അത് സ്നാപയോഹന്നാൻ ആണ് എന്നും ഈശോ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. ഈശോ പറയുന്നു, ഏലിയ വന്നു കഴിഞ്ഞു എങ്കിലും അവരവനെ മനസ്സിലാക്കിയില്ല. തങ്ങൾക്കിഷ്ടമുള്ളതെല്ലാം അവരവനോട് ചെയ്തു എന്ന്. മത്തായിയുടെ സുവിശേഷത്തിൽ 11ാം അധ്യായം 14ാം വാക്യത്തിൽ നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ ഇവനാണ് വരാനിരിക്കുന്ന ഏലിയ എന്ന് യോഹന്നാനെക്കുറിച്ച് ക്രിസ്തു സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്രകാരം പുതിയ നിയമത്തിലെ സ്നാപയോഹന്നാൻ പഴയ നിയമത്തിലെ ഏലിയ പ്രവാചകന്റെ 2ാം വരവായി അവതരിപ്പിക്കുകയാണ് ഈശോ. പ്രിയമുള്ളവരെ, മിശിഹായ്ക്ക് വഴിയൊരുക്കുവാൻ വന്ന സ്നാപയോഹന്നാനെ, അതായത്
ഏലിയായുടെ രണ്ടാം വരവിനെ തിരിച്ചറിയാതെ പോയ യഹൂദരെയാണ് നാം ഇന്ന് കണ്ടുമുട്ടുന്നത്. ഈശോ പറയുന്നു, ഇതുപോലെ തന്നെ മനുഷ്യപുത്രനും ആരാലും തിരിച്ചറിയപ്പെടാതെ പോകുന്നു. അവരുടെ കരങ്ങളാൽ പീഡകൾ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു. സ്നാപക യോഹന്നാൻ ക്രിസ്തുവിന് മുന്നോടിയായി വന്ന ഏലിയ ആണെന്ന് തിരിച്ചറിയാൻ ജനം വൈകിപ്പോയി. കാരണം അവൻ്റെ രൂപവും അവൻ്റെ വസ്ത്രവും രീതികളും ജനം പ്രതീക്ഷിച്ചതുപോലെ ആയിരുന്നില്ല. രൂപവും ഭാവവും വസ്ത്രവും രീതികളും വ്യത്യസ്തമായിരുന്നതിനാൽ തിരിച്ചറിയപ്പെടാതെ പോയ സ്നാപക യോഹന്നാനെയും ക്രിസ്തുവിനെയും നാം കാണുന്നു. പ്രിയമുള്ളവരെ, ജീവിതത്തിലും പലപ്പോഴും തിരിച്ചറിവില്ലാതെ പെരുമാറിപ്പോകാറുണ്ടോ നമ്മൾ? സ്നാപകനെ ജനം മനസ്സിലാക്കാത്തതുപോലെ, ക്രിസ്തുവിനെ ജനം തിരിച്ചറിയാത്തതുപോലെ നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും യാഥാർത്ഥ്യം മറന്ന് ജീവിക്കുന്നവരാണോ നമ്മൾ എന്ന് നമുക്ക് ചിന്തിക്കാം. നമ്മുടെ കുടുംബത്തിലുള്ളവരെയും ചുറ്റുമുള്ളവരെയും മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നുണ്ടോ? നമ്മുടെ ഉറ്റവരുടെയും ഉടയവരുടെയും വേദന തിരിച്ചറിയാൻ എനിക്ക് സാധിക്കാതെ പോകുന്നുണ്ടോ? നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യനാഥ, അങ്ങേക്ക് നൽകിയിട്ടുള്ളവരെ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുവാനും അവരെ ശ്രവിക്കുവാനും വേണ്ടുന്ന കൃപ എനിക്ക് തരണമേ. അങ്ങനെ സ്നാപക യോഹന്നാനെ പോലെ അങ്ങയെ മറ്റുള്ളവരോട് പ്രഘോഷിക്കുവാൻ എനിക്ക് കൃപ തരണമേ.